എടാ നീ പറഞ്ഞ കറക്റ്റാ. നമ്മള് കുറച്ച് പൊടിക്കൈ അറിഞ്ഞിരിക്കണം. എന്നാലും എന്തെങ്കിലും ഒരു ആക്രമണം വരുമ്പോഴത്തേക്കും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. ഓ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. നീ നന്നായിട്ട് പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇടയ്ക്ക് ഒരുത്തനെ കോമ്പസിറ്റ് കുത്തി മറന്നുപോയ. എടാ അത് ആയുധം കയ്യിലുള്ളപ്പോഴല്ലേ, ഇല്ലാത്തപ്പോഴും പിടിച്ചേക്കണ്ടേ? അതെ, ഇല്ലാത്തപ്പോഴും പിടിച്ചേക്കണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? എന്താ ഇവിടെ സംഘനൃത്തത്തിന്റെ പ്രാക്ടീസ്. ഇറങ്ങി പോവണ്ടേ? ഡീ കാര്യം എന്താ വെച്ചാ നീ പറ. കേശുവേടാ, നീ നിനക്ക് അറിയാവുന്ന പൊടിക്കൈയൊക്കെ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? എന്തെങ്കിലും അത്യാവശ്യം വന്നെടുത്ത് പ്രയോഗിക്കാലോ. അല്ലേ പൊടിക്കൈയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പെട്ടെന്ന് ഇങ്ങനെ പഠിപ്പിച്ചു തരാനേ. അത് എനിക്ക് തോന്നി തള്ളിയതാണ്. നീ തള്ളിയതാണല്ലേ? ഞാൻ തള്ളിയൊന്നുമില്ല. പിന്നെ നിനക്കൊന്ന് പഠിപ്പിച്ചു തന്നാ കുഴപ്പം? അത് ഞാൻ പ്രയോഗിച്ചിട്ട് കുറെ നാളായില്ലേ. അപ്പൊ എനിക്ക് ആലോചിക്കാൻ സമയം വേണം. പിന്നെ അറിയാമെങ്കിൽ പഠിപ്പിച്ചാളാ. ചുമ്മാ ഷോ ഇടല്ലേ. എന്തോന്ന് പഠിപ്പിച്ചു തരാം. ഞാൻ പറയുന്ന പോലെ കേൾക്കണം. കേക്കാം. നമ്മള് ശ്രദ്ധ വേണം. ശ്രദ്ധയാണ് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത്. എതിരാളിയുടെ കണ്ണിന്റെ ചലനം പോലും നമ്മൾ ശ്രദ്ധിക്കണം. നീ അച്ഛനെ പോലെ ചുമ്മാ ഓവറാക്കി മനുഷ്യനെ പേടിപ്പിക്കല്ലേ. അറിയാമെങ്കിൽ പഠിപ്പിച്ചാ പിന്നെ പഠിപ്പിച്ചു തരാം. ഓക്കെ നില്ല്. തോളത്ത് കൈ. നിന്റെ തോളത്ത് കൈ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനടി? ആക്രമിക്കാൻ വന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഫസ്റ്റ് ഇവിടെ പിടിച്ച് രണ്ട് കൈയും കൂടി ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ കറക്കി എടുത്ത് ഇങ്ങനെ ലോക്ക് ചെയ്തോണ്ടല്ലോ. ഇങ്ങനെ ഉണ്ട്. വിളിക്കുക. ഇനി ഞാൻ അതേപോലെ പിടിക്കാൻ, നീ ലോക്ക് ചെയ്യണം. നീ പിടിക്കാൻ നോക്കട്ടെ. ഇതിവിടെ വെച്ച് ഇതിവിടെ എന്നിട്ട് ലോക്ക് ചെയ്ത് തിരിച്ച് ഇങ്ങനെ അങ്ങനെ ഇനി കറക്ക്. ഹൈറ്റ് ഇല്ലാത്തതാണ് പ്രശ്നം. സെറ്റല്ലേ? അടുത്തത് ഫേസിന് നേരെ അടിക്കാൻ വരുമ്പോ നീ അടിക്കാൻ പാ. എങ്ങനെയാലും വഴി ഇങ്ങനെ വരും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കും. ഒടിഞ്ഞാ അടുത്ത് ഞാൻ അടിക്കാൻ വരുമ്പോ നീ അതേപോലെ ചെയ്യണം. ചെയ്യല്ലേ? ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇവിടെ എന്നിട്ട് മടക്കിയിട്. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തന്നെ കറക്റ്റ്. അത് കുഴപ്പമില്ല. വഴിയല്ലേ? ഇപ്പൊ രണ്ടെണ്ണം പോരെ തൽക്കാലത്തിന്. എടാ ഇതിലേതെങ്കിലും ഓർമ്മ ശബരിയുടെ നെഞ്ചത്തൊന്ന് പ്രയോഗിക്കണേ എനിക്ക്. ഇതൊക്കെ ആത്മരക്ഷാർത്ഥം പ്രയോഗിക്കുന്ന സാധനങ്ങളാണ്. അല്ല ചുമ്മാ എടുത്ത് ആരും അടിക്കാനൊന്നും പറ്റൂല. അതൊന്നും കുഴപ്പമില്ല. നീ ഒന്നുകൂടെ അടിച്ച്. ലാസ്റ്റത്തെ എനിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല. എന്താ ഇവിടെ ഇവിടെ ഒന്നുമില്ല. എന്തോണ്ടല്ലോ സത്യം പറ. എന്താ ഇവിടെ? എന്താ പറ ഇവിടെ? അടവ്. അടവെന്ന് പറഞ്ഞ അച്ഛന്റെയും മക്കളുടെയും കയ്യിൽ നിന്ന് പോയിട്ടേ ഉള്ളു. ആരുടെ അടുത്ത് അടവെടുക്കാൻ പോണേ ഇപ്പൊ? കിട്ടി. നിന്റെയൊക്കെ എല്ലാ അടവും എന്റെ അടുത്താണല്ലോ എപ്പോഴും പ്രയോഗിച്ചോണ്ടിരിക്കണേ. അതല്ലമ്മ. അമ്മിങ് വന്നേ. അമ്മിങ് വാമ്മ. എന്തിന്? വാമ്മ. അമ്മന്റെ മുഖത്തൊന്ന് അടിച്ചേ. കൊച്ചേ നമ്പർ എന്റെ അടുത്ത് എടുക്കല്ലേ. നിന്നെ അടിച്ചിട്ടാണോ നീ വേറെ വല്ല കേസും കൊണ്ടാ കൊടുക്കാനാണോ? എന്തോന്നമ്മ അടിക്കമ്മ. എന്ത് കാര്യം ഇപ്പൊ? പേടിക്കണം. അമ്മ അടിക്കൊന്നും ചെയ്യൂല. അല്ല ഇതിന് എനിക്ക് നിന്നെ പേടിക്കേണ്ട ആവശ്യം എന്നുള്ളതാ. കേശു ഇവിടെ ചോദിച്ചു വാങ്ങാണ്. അടിച്ചിട്ട് വല്ലതും പറ്റിയാ എന്നെ പറഞ്ഞേക്കരുത്. അമ്മ ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കുമ്മ. മാറിക്കോട്. കൈ ഒടിച്ചിട്ട് എവിടെ മാന്നാ? നീ മനഃപൂർവ്വം ചെയ്തല്ലേ ഇത്? മനഃപൂർവ്വം ചെയ്തല്ലമ്മ. കേശു സത്യം പറ. എന്നിട്ട് എന്റെ കൈ അടിച്ചു പിടിച്ചേ? നീ പറഞ്ഞു അമ്മ. ഞാൻ സ്വയരക്ഷാർത്ഥം ആത്മരക്ഷാർത്ഥം പഠിപ്പിച്ചു കൊടുത്തേണ്. വേനെടുക്കണുണ്ടാ? ഇനി ഞാൻ അടുക്കളയിലെ ജോലിയൊക്കെ എങ്ങനെ ചെയ്യാനാ? ഹോസ്പിറ്റലിലും പോണം. ഹോസ്പിറ്റലിൽ വല്ല പട്ടണേനിട്ട് എടുക്കോ ചേന്നെ ഞങ്ങള്? അതല്ല നല്ലത്. എന്റെ കൂടെ കഴിയാൻ എന്നെ വേണം സമ്മതിക്കാൻ. പോട്ട് ഇപ്പൊ എന്തായാലും തൽക്കാലത്തിന് പറ്റിയത് വിട്ടേക്ക്. വിട്ടേക്ക്. നിനക്ക് അങ്ങനെ പറയാം. എന്റെ കൈയല്ലേ പോയത്. വല്ല സ്നേഹം ഉണ്ടോ നോക്കണേ. ഒരു തള്ളയുടെ കൈ തല്ലി പിടിച്ചിട്ട് രണ്ടിടത്തിന് പറ്റിയത്. അമ്മ തല്ലി പിടിച്ചല്ലമ്മ. കൈ വയ്യാത്തോണ്ട് എനിക്ക് എന്റെ റൂമിലേക്ക് നടക്കാൻ പോലും വയ്യ. അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ കാല് മുള്ളി കയറിയാൽ പോലും അമ്മയ്ക്ക് നമ്മുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യവും മാറും. കാല് മുള്ളി കയറിയാലാ? അല്ല മുള്ളു കാലി കയറിയാൽ. റൂമിലോട്ട് പോവാ. എനിക്ക് നടക്കാൻ വയ്യ. കാല് വയ്യാത്തോണ്ട് എനിക്ക് കൈ വയ്യാത്തോണ്ട് എനിക്ക് കാലിലും വയ്യ. അമ്മ ഞാൻ താങ്ങി തരാം. എണീര്. താങ്ങിത്താ. അടുക്കളയിലെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യപ്പോ? ജോലി ചെയ്യാൻ എന്ത് ചെയ്യും? ജോലി എന്തായാലും അപ്പൊ നിങ്ങക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വിശക്കൂല്ലേ?
എന്തൊരു വേദനയാണ്. ഇത്രയും വേദനയൊക്കെ തരുമോ എനിക്ക്? അമ്മാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്റെ കൈ തിരിച്ചു പിടിച്ചവൾ ഇവിടെ ഉണ്ടാ? ഇവിടെ ഉണ്ടമ്മ. ആ, കൈ ശരിയാവട്ടെ, എന്നിട്ട് തരാം. അമ്മ നമുക്ക് നമ്മുടെ അച്ഛന്റെ തൈലം ഒന്ന് എടുത്തിട്ടേ. മിണ്ടിപ്പോരുത്, നിന്റെ അച്ഛന്റെ തൈലം. ആ കേശുവേ, ഓ എടാ വല്ല ഒടിവ് എന്തെങ്കിലും ഉണ്ടാവോ? സ്കാനിങ് എക്സ്റേ വല്ലതും ചെയ്യണോ? ഒരു മിണ്ടായി ഇവിടുന്ന്. ഒടുവല്ലുണ്ടെങ്കിൽ വേറെ പ്രശ്നവും. എന്തേ? എടീ ഇപ്പൊ തന്നെ അമ്മയ്ക്ക് പ്രായം കുറെ ആയില്ലേ, ഊറി പിടിക്കാൻ ടൈം എടുക്കും. വയസ്സാക്കട തന്നെ, വയസ്സാക്കട്ടെ, എവിടെയെങ്കിലും കൊണ്ടേ കടത്തന്നെ. കൊച്ചൻ മിണ്ടായിരുന്നോട്ടോ. മക്കളെ വേദന ഉള്ളതുകൊണ്ടാണ് ദേഷ്യം കൂടുന്നത്. അമ്മയ്ക്ക് വേദന ഇല്ലെങ്കിലും ദേഷ്യം വരുമല്ലോ. കറക്റ്റ്. എന്റെ കൈയും വലിച്ചിട്ട് എന്റെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് ക്ലാസ് എടുക്കണം അല്ലേ? തരാട്ടോ. അമ്മ അമ്മയുടെ കൈ ഒന്ന് ഇങ്ങനെ കറക്കി അമ്മ. എന്നിട്ട് അപ്പൊ ചിലപ്പം ഭേദമായാലേ? ചിലപ്പം ഭേദമായില്ലെങ്കിലോ? അത് പറയാൻ പറ്റൂല. ആ, എന്നാ പിന്നെ കറക്കണ്ട കേട്ടാ. ആടെ വിളിക്കണത്? ആരടാ? അച്ഛൻ. ദൈവമേ, ഈ വിളി എനിക്കുള്ള പണിയാ. എടാ അച്ഛനോട് പറയല്ലേട്ടാ. പറഞ്ഞാ പിന്നെ അറിയാലോ. ഇപ്പൊ എന്തായാലും ഫോൺ എടുക്കാൻ ഇനിയിപ്പോ അതാ നടക്കൂ. ആ ഹലോ അച്ഛാ. ഓ ഞാൻ റൂമിലച്ഛാ. അമ്മ പുറത്തെവിടോ നിൽക്കുവാ. ആ പുറത്ത് തൂക്കം എന്തോ ചെയ്യണം അച്ഛാ. ആ ശരി അച്ഛാ, ഞാൻ ഫോൺ ഇവിടെ കിടന്ന് അടിച്ചപ്പോൾ ഞാൻ വന്ന് എടുത്തത്. ആ മേടിച്ച് ഞാൻ വിളിക്കാൻ പറയാം. ശരി അമ്മ. ഇതിന് അമ്മ ഫോൺ എടുക്കണവർ അച്ഛൻ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞ അമ്മ. നിന്റെ പരിഹാരം പോയി ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ കുടിക്കേ? ഇപ്പൊ കൊണ്ടുവരാം അമ്മ. അമ്മ അച്ഛൻ വന്നു കഴിയുമ്പോളേ ഇത് അവള് ചെയ്തെന്ന് പറയല്ലേ? ഞാൻ പറയൂല. പിന്നെ ഞാൻ എന്ത് പറയണം? അത് പിന്നെ അമ്മ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്തോണ്ടിരുന്നപ്പോ തെന്നി അടിച്ച് വീണേന്ന് പറഞ്ഞു. ആ, അതെന്റെ തലയിൽ തന്നെ വരും. നിന്റെ അച്ഛൻ പറയാൻ പോണ എന്താണെന്നറിയാമോ? നീ ഇതുവരെ നടക്കാൻ പഠിച്ചില്ലേന്ന് ചോദിക്കും. അമ്മ കൈ ഒന്ന് അനക്കി നോക്കമ്മ. ആ, എവിടെ പിടിച്ചിട്ടുണ്ട് കേശു? സാധാരണ പൂട്ടിട്ട് അങ്ങനെയൊന്നും വരാറുള്ളതല്ലേ? പിന്നെ അവൻ വലിയ മറുപടി. ആ, വെള്ളം എടുക്ക ശിവ. വന്ന് അമ്മ വെള്ളം ഇരിക്കുന്ന. പിടിച്ച ആവച്ചാ കുടിക്കാൻ പറ്റില്ല തന്നെ. ചേച്ചി അമ്മ വെള്ളം കുടിപ്പിച്ചു. അമ്മ കണ്ടമ്മ പിന്നെയും വിളിക്കണം അച്ഛൻ. ശരി, അറ്റൻഡ് ചെയ്യേണ്ടെന്ന്. എടുക്കാൻ ഇനിയിപ്പോ അതേ നടക്കുള്ളൂ. അമ്മ എന്തെങ്കിലും പറയമ്മ. ഇടാ പറയരുത് തോന്നുന്നു. ഹലോ അമ്മയാ? അച്ഛാ അമ്മേ പുറത്ത് തൂത്തോണ്ട് നിൽക്കുമായിരുന്നേ. അപ്പൊ പെട്ടെന്ന് തെറ്റി വീണ്. ഓ കൈ ഇവിടെ വാക്കില്ല അതുകൊണ്ട്. അപ്പൊ ഉളുക്കിയിട്ടുണ്ട്, ചെറിയൊരു വേദനയുണ്ട്. പിടിച്ചുവിടാ ഞാൻ പറഞ്ഞത് ഞാൻ പിടിച്ചുവിടാന്ന്. പക്ഷെ അമ്മ കേട്ടില്ല. ഓ അത് ഇങ്ങനെ അച്ഛാ മടങ്ങി അച്ഛാ, നന്നായിട്ട് മടങ്ങി. നീ ഇവിടെ കിടന്ന് കാണിച്ചിട്ട് അച്ഛനെ കാണാൻ പറ്റുമോ? അയ്യോ അച്ഛാ നന്നായിട്ട് ബാക്കിലോട്ട് മടങ്ങിയെന്ന്. എന്ത് ചെയ്യണം ഇപ്പൊ? തിരിച്ചു വിട്ടാ മതി അല്ലേ? ഓക്കെ അച്ഛാ, ഓക്കെ ഞാൻ നോക്കട്ടെ. ശരി അമ്മ അച്ഛൻ പറഞ്ഞേ കൈ ഉണ്ടല്ലോ, കൈ ഇപ്പൊ ഇങ്ങനെയാണല്ലോ ഉളിക്കുക, അപ്പൊ ഇങ്ങനെ തിരിച്ച് മടക്കാൻ പറഞ്ഞു. അച്ഛൻ ഇവിടെ നേരെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവാറില്ല. നീ ഫോണിൽ കൂടി പറഞ്ഞിട്ട് എന്റെ കൈ ഒടിച്ചു വെക്കണം ഒന്നും കൂടെ. എന്നിട്ട് കിടത്തണേനാ, ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നോളൂല്ലോ. പിന്നെ ശല്യമല്ല എന്റെ അമ്മ പിന്നെ ഇങ്ങനെ പറഞ്ഞാ എങ്ങനെ? എന്തെങ്കിലും കഴിക്കണ്ടേ? അത് നിങ്ങൾ സ്പൂൺ വെച്ച് കോരി തന്നാൽ മതി, ഞാൻ കഴിച്ചോളാം. എന്ത് ഭക്ഷണം? അമ്മ കഴിക്കണ കാര്യമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അമ്മ ഉണ്ടാക്കണ്ടേ എന്തെങ്കിലും? അമ്മ ഇവിടെ ശരശയ്യയില്. അപ്പോഴും മക്കൾക്ക് വിഭവസമൃദ്ധമായ അന്നത്തെ കുറിച്ചാണ് ചിന്ത. കൊള്ളാം. അമ്മ കിടപ്പിലൊന്നും ആയില്ലല്ലോ, അപ്പോഴത്തേക്കും കയ്യല്ലൊന്നും വിളിക്കിയത്. അപ്പൊ എന്നെ കിടപ്പ് രോഗി ആക്കണം നിനക്ക്, അതാണ് ചിന്ത. കേശു, നിനക്ക് അരി വടിക്കാൻ അറിയാമോ? അറിയാം, അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തോളാം. ചേക്കുവിനെ പച്ചക്കറി കട്ടിയാൻ അറിയാലോ നന്നായിട്ട്? അറിയാം. എന്നാ പിന്നെ അത് ചെയ്യും രണ്ടുപേരും. ബാക്കി ഞാൻ ആലോചിക്കട്ടെ. സത്യമായിട്ട് മനഃപൂർവ്വം ചെയ്തെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആവുമെന്ന്. അഭിനയിച്ചിട്ട് കറക്റ്റ് ആവണില്ല, മുഖത്ത് കറക്റ്റായിട്ട് അറിയാനുണ്ട് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ളത്. കേട്ടാ? പാടെ പോവാ. വെള്ളം വേണ്ട, അവിടെ വെച്ചേക്ക്. ആണോ? ശിവാ വന്നടാ.